ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് പൊതുവെ ഒരു ആൺകുട്ടിയുടെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അറിയേണ്ടത് അവർ റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമേ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: നിങ്ങളുടെ ലൈൻ എന്ത് ചെയ്യാണ്, നിങ്ങൾ എത്ര വർഷമായിട്ട് കമ്മിറ്റഡ് ആണ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ പൊതുവേ ലൈൻ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ഇത്ര വർഷമായിട്ട് ഞങ്ങൾ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. അപ്പോൾ അവർക്കറിയാൻ പറ്റും നിങ്ങൾ കമ്മിറ്റഡ് ആണോ അതോ സിംഗിൾ ആണോ എന്ന്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അവരറിയാൻ വേണ്ടി ചോദിക്കുന്നത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള സമയവും സന്ദർഭവും ഒക്കെ ഒരുക്കും എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഫ്രണ്ട് ബെഞ്ചിൽ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ അവരിയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ഏത് സമയം നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജലസിയാണ്, അസൂയ, കുശുമ്പ്. നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് കൂടുതൽ സമയം നിന്ന് സംസാരിച്ച് ചിരിച്ച് അങ്ങനെ ഫണ്ണി തമാശകളൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ മുഖമൊക്കെ വീർപ്പിച്ച് കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് എൻ്റെ ഡ്രസ്സിങ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്, എൻ്റെ ഹെയർ സ്റ്റൈല്, ഞാൻ കണ്ണെഴുതിയേക്കുന്നത്, ഇതൊക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഹോബീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ് അർത്ഥം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും വേറൊരു പെൺകുട്ടിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ആ കുട്ടിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട സ്വഭാവങ്ങൾ എന്താണ്, എന്തൊക്കെ നല്ല ശീലങ്ങളാണ് ആ കുട്ടിക്ക് വേണ്ടത്, ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ച് ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ആ കുട്ടിക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തുന്നുണ്ടോ? അതായത് രാവിലെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ വന്നത്, വെറും വയറ്റിലാണോ നിങ്ങൾ ക്ലാസ്സിൽ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ നീ എന്താണ് കഴിക്കാത്തത്, നിനക്ക് ഞാൻ ഫുഡ് കൊണ്ട് തരണോ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ടും കെയർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ ചെല്ലുമ്പോൾ നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നീ ഹോംവർക്ക് ചെയ്തോ, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കാര്യം തിരക്കും. എന്താണ് ചെയ്യാത്തത്, നിനക്കറിയാൻ പാടില്ലേ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നീ ബുക്ക് കൊണ്ടുപോവാ, ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോട്ട് എഴുതാത്തവരാണെങ്കിൽ നീ നോട്ട് എഴുതിയില്ലേ, നിങ്ങൾ കൊണ്ടുപോവാ, ഞാൻ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ബുക്കൊക്കെ വാങ്ങിയിട്ട് ആരെങ്കിലും നോട്ടൊക്കെ എഴുതി തന്ന് അങ്ങനെ ആരെങ്കിലും കൂടുതലായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി അവളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ഓപ്പണായിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസവുമാണ്, അതേപോലെ തന്നെ അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നതാണ്. ഇതൊക്കെയാണ് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിയോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ.